ശാന്തി 26/6/25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് നിന്ദ, സ്തുതി, മാനം, അപമാനം, ദുഃഖം, സുഖം എല്ലാം സഹിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനങ്ങൾ ഇപ്പോൾ സമീപം വന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യം: ബാബ തൻ്റെ ബ്രാഹ്മണരായ കുട്ടികൾക്ക് ഏതൊരു വാർണിംഗ് നൽകുന്നു? ഉത്തരം: കുട്ടികളെ, ഒരിക്കലും ബാബയോട് പിണങ്ങുവാൻ പാടില്ല. ബാബയോട് പിണങ്ങുകയാണെങ്കിൽ സദ്ഗതിയോടും പിണങ്ങിപ്പോകും. ബാബ വാർണിംഗ് നൽകുന്നു, പിണങ്ങുന്നവർക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കും. പരസ്പരമോ ബ്രാഹ്മണിയോടോ പോലും പിണങ്ങുകയാണെങ്കിൽ പുഷ്പം ആയിക്കൊണ്ടിരിക്കവേ മുള്ളായി മാറും. അതിനാൽ വളരെ വളരെ ജാഗ്രതയോടെ ഇരിക്കൂ. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ ഗീതം കേട്ടു. കുട്ടികളായ നിങ്ങളുടെ ഏതെല്ലാം ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളുണ്ടോ എല്ലാം ദൂരെയാകേണ്ടതാണ്. ഈ ഗീതത്തിൻ്റെ ലൈൻ കേട്ടു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ പാർട്ട് അവസാനിക്കുന്നു, സുഖത്തിൻ്റെ പാർട്ട് ആരംഭിക്കുന്നു. ആരാണോ പൂർണ്ണ രീതിയിൽ അറിയാത്തത്, അവർ ഏതെങ്കിലും കാര്യത്തിൽ ദുഃഖം തീർച്ചയായും കാണുന്നു, അതായത് അനുഭവിക്കുന്നു. ഇവിടെ ബാബയുടെ അടുക്കൽ വന്നതിനു ശേഷം ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിലുള്ള ദുഃഖം അനുഭവപ്പെടും. ബാബയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെയധികം കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ചിലയിടങ്ങളിൽ ആൾത്തിരക്ക് ഉണ്ടായിരിക്കുന്നു. മഴ പെയ്യുന്നു. ചിലപ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടാകുവാൻ തുടങ്ങുന്നു. ആരാണോ സത്യമായ ഭക്തർ, അവർ പറയും, എന്തു കുഴപ്പം, ഭഗവാന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ഭഗവാൻ എന്ന് മനസ്സിലാക്കി തന്നെയാണ് യാത്രയ്ക്ക് പോകുന്നത്. മനുഷ്യർക്ക് അനേകം ഭഗവാനുണ്ട്. ആരാണോ നല്ല ശക്തരായവർ, അവർ പറയുന്നു, കുഴപ്പമില്ല, നല്ല കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും വിഘ്നങ്ങൾ വരുന്നു, തിരികെ മടങ്ങിപ്പോവുകയില്ല. ചിലരാകട്ടെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ വിഘ്നമുണ്ടാകുന്നു, ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇതും നിങ്ങളുടെ യാത്രയാണ്. നിങ്ങൾ പറയും, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കിലേക്കാണ് പോകുന്നത്. ആ ബാബ സർവരുടെയും ദുഃഖം ഹരിക്കുന്നവനാണ്. ഈ നിശ്ചയമുണ്ട്. ഇക്കാലത്ത് നോക്കൂ, മധുബനിൽ എത്ര തിരക്കാണ്. ബാബയ്ക്ക് ചിന്തയുണ്ടായിരിക്കുന്നു. വളരെ പേർക്ക് പ്രയാസങ്ങളും ഉണ്ടാകും. നിലത്ത് ഉറങ്ങേണ്ടി വരുന്നു. കുട്ടികളെ നിലത്ത് ഉറക്കുവാൻ ബാബ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഡ്രാമയനുസരിച്ച് തിരക്കുണ്ടായി. കഴിഞ്ഞ കൽപ്പത്തിലും ഉണ്ടായിരുന്നു, വീണ്ടും ഉണ്ടാകും. ഇതിൽ ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. പഠിക്കുന്നവരിൽ ചിലർ രാജാവാകും, ചിലർ പാവപ്പെട്ടവരുമാകും എന്നതും അറിയുന്നുണ്ട്. ചിലരുടെ പദവി ഉയർന്നതായിരിക്കും, ചിലരുടേത് കുറഞ്ഞതും. എന്നാൽ സുഖം തീർച്ചയായും ഉണ്ടാകും. ചിലർ വളരെ അപക്വമാണ്, യാതൊന്നും സഹിക്കുവാൻ സാധിക്കുന്നില്ല. ഇതും ബാബയ്ക്കറിയാം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ പറയും, നമ്മൾ ആവശ്യമില്ലാതെയാണ് വന്നത്. അല്ലെങ്കിൽ പറയും, നമ്മളെ ബ്രാഹ്മണി ബലം ഉപയോഗിച്ച് കൊണ്ടുവന്നതാണ്. നമ്മളെ ബ്രാഹ്മണി ആവശ്യമില്ലാതെ കുടുക്കിയതാണ് എന്ന് പറയുന്നവരും ഉണ്ടാകും. വിശ്വവിദ്യാലയത്തിലാണ് വന്നിരിക്കുന്നത് എന്ന പൂർണ്ണ തിരിച്ചറിവില്ല. ഈ സമയത്തെ പഠിത്തത്തിലൂടെ ചിലർ രാജാവാകും, ചിലർ ഭാവിയിൽ പാവപ്പെട്ടവരാകുന്നവരുമാണ്. ഇവിടത്തെ പാവപ്പെട്ടവനും രാജാവും അവിടുത്തെ പാവപ്പെട്ടവും രാജാവും തമ്മിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്.
ഇവിടെ രാജാവും ദുഃഖിതനാണ്, പാവപ്പെട്ടവരും ദുഃഖിതരാണ്. അവിടെ രണ്ടുപേരും സുഖമുള്ളവരായി കഴിയുന്നു. ഇവിടെയാണെങ്കിൽ പതീതവും വികാരിയുമായ ലോകമാണ്. ആരുടെയെങ്കിലും കൈവശം വളരെയധികം ധനമുണ്ടായിരുന്നാലും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ധനസമ്പത്തുകളെല്ലാം മണ്ണിൽ ചേരേണ്ടതുണ്ട്. ഈ ശരീരവും ഇല്ലാതാകും. ആത്മാവാകട്ടെ മണ്ണിൽ ചേരുന്നില്ല. ബിർളയെ പോലെ എത്ര തന്നെ വലിയ ധനികനോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇപ്പോൾ ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് എന്തറിയാം? അറിയാമായിരുന്നു എങ്കിൽ ഉടൻ വരുമായിരുന്നു. ഇവിടെ ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. എങ്കിലും എവിടെ പോകുവാനാണ്? ബാബയിലൂടെ അല്ലാതെ ആർക്കും തന്നെ സദ്ഗതി ലഭിക്കുക സാധ്യമല്ല. അഥവാ ആരെങ്കിലും പിണങ്ങിപ്പോയെങ്കിൽ സദ്ഗതിയോട് പിണങ്ങിപ്പോയി എന്ന് പറയും. ഇങ്ങനെ ധാരാളം പേർ പിണങ്ങിക്കൊണ്ടിരിക്കും, വീണുകൊണ്ടുമിരിക്കും. ആശ്ചര്യത്തോടെ കേൾക്കുന്നു, നിശ്ചയമുണ്ടാകുന്നു. ചിലർ മനസ്സിലാക്കുന്നു, തീർച്ചയായും ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന്. ഇതിലൂടെ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് ലഭിക്കും. ഇതിലൂടെ അല്ലാതെ സുഖവും ശാന്തിയും ലഭിക്കുന്നത് അസംഭവ്യമാണ്. ധനം വളരെയധികം ഉള്ളപ്പോൾ സുഖം ലഭിക്കുന്നു. ധനത്തിൽ തന്നെയാണല്ലോ സുഖമുണ്ടായിരിക്കുന്നത്. അവിടെ മൂലവതനത്തിൽ ആത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു. ചിലർ പറയുന്നു, നമുക്ക് പാർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ സദാ നമ്മൾ അവിടെ ഇരിക്കുമായിരുന്നേനെ. പക്ഷേ അങ്ങനെ പറയുന്നതിലൂടെ സംഭവിക്കുകയില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു കഴിഞ്ഞു, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ധാരാളം പേരുണ്ട് ഏതെങ്കിലുമൊക്കെ സംശയത്തിൽ വന്ന് ഉപേക്ഷിച്ചു പോകുന്നു, ബ്രാഹ്മണിയോട് പിണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ പരസ്പരം പിണങ്ങി പഠനം ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പുഷ്പമാകുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു എന്നത് അനുഭവപ്പെടുന്നു. പുഷ്പം തീർച്ചയായും ആകണം. ചിലർക്ക് ചില സംശയമുണ്ട്, ഇന്നയാൾ ഇത് ചെയ്യുന്നു, ഇവർ ഇങ്ങനെയാണ്, അതിനാൽ നമ്മൾ വരില്ല എന്ന്. അത്ര തന്നെ പിണങ്ങിപ്പോയി വീട്ടിലിരിക്കുന്നു. ബാബ പറയുന്നു, മറ്റെല്ലാവരോടും പിണങ്ങിക്കൊള്ളൂ, പക്ഷേ ഒരു ബാബയോട് ഒരിക്കലും പിണങ്ങരുത്. ബാബ വാർണിംഗ് നൽകുന്നു. ശിക്ഷകൾ വളരെ കടുത്തതാണ്. ഗർഭത്തിലും ഏത് ശിക്ഷകൾ ലഭിക്കുന്നുവോ എല്ലാത്തിനും സാക്ഷാത്കാരം കാണിച്ചു തരുന്നു. സാക്ഷാത്കാരം ഇല്ലാതെ ശിക്ഷ ലഭിക്കുന്നില്ല. ഇവിടെയും സാക്ഷാത്കാരമുണ്ടാകും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കവേ പരസ്പരം അടികൂടുകയും വഴക്കുകൂടുകയും ചെയ്ത് പിണങ്ങി പഠനം ഉപേക്ഷിച്ചിരുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്ക് ഫാദറിൽ നിന്നും പഠിക്കണം. പഠനം ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ല. നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകാനാണ്. ഇങ്ങനെയുള്ള ഉയർന്നതിലും ഉയർന്ന ബാബയുടെ അടുക്കൽ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുവാൻ വരുന്നു. ചിലപ്പോൾ കൂടുതൽ പേർ വരുന്നു. ഡ്രാമയനുസരിച്ച് കുറച്ച് പ്രയാസങ്ങളും ഉണ്ടാകുന്നു. കുട്ടികൾക്ക് അനേകം കൊടുങ്കാറ്റുകൾ വരുന്നു. ഇന്ന വസ്തു ലഭിച്ചില്ല, ഇത് ലഭിച്ചില്ല. ഇതാകട്ടെ ഒന്നും തന്നെയല്ല. മരിക്കേണ്ട സമയം വരുമ്പോൾ അജ്ഞാനികളായ മനുഷ്യർ പറയും, ആവശ്യമില്ലാതെ നമ്മെ കൊല്ലുന്നതിനായി എന്ത് അപരാധമാണ് നമ്മൾ ചെയ്തത്. ആ അന്തിമ സമയത്തെ പാർട്ടിനെ പറയുന്നത് തന്നെ ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ പാർട്ട് എന്നാണ്. പെട്ടെന്ന് ബോംബുകൾ വീഴും, അനേകം പേർ മരിക്കും. ഇത് ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലായില്ലേ? അജ്ഞാനികളായ മനുഷ്യർ ഇങ്ങനെ നിലവിളിക്കും. കുട്ടികളായ നിങ്ങളാകട്ടെ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഈ ലോകത്തിന്റെ വിനാശം ഉണ്ടാകുക തന്നെ വേണം. അനേകം ധർമ്മങ്ങളുടെ വിനാശം ഉണ്ടാകാതിരുന്നാൽ ഒരു സത്യധർമ്മത്തിന്റെ സ്ഥാപന എങ്ങനെ ഉണ്ടാകും? സത്യയുഗത്തിൽ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. സത്യയുഗത്തിന്റെ ആദിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ആർക്ക് എന്തറിയാം? ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്.
ബാബ വന്നിരിക്കുന്നത് എല്ലാവരെയും പുരുഷോത്തമൻ ആക്കുന്നതിനു വേണ്ടിയാണ്. സർവരുടെയും പിതാവാണല്ലോ. ഡ്രാമയെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും സത്യയുഗത്തിൽ വരില്ല. ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾ സത്യയുഗത്തിൽ വരികയില്ല. ഇതാണ് ഡീറ്റെയിലായ കാര്യങ്ങൾ. വളരെയധികം പെൺകുട്ടികളുണ്ട്, ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിന്റെ ശീലത്തിൽ പെട്ടുപോയവരാണ്. ജ്ഞാനം ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല, ഭക്തിയുടെ ശീലം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, ഭഗവാന് എന്താണ് ചെയ്യുവാൻ സാധിക്കാത്തത്? മരിച്ചുപോയവരെയും ജീവിപ്പിക്കുവാൻ സാധിക്കും. ബാബയുടെ അടുക്കൽ വരുമ്പോൾ പറയുന്നു, ഇന്ന മനുഷ്യൻ മരിച്ചവരെ ജീവിപ്പിച്ചു, എങ്കിൽ ഭഗവാന് ചെയ്യുവാൻ കഴിയില്ലേ എന്ന്. ആരെങ്കിലും നല്ല കാര്യം ചെയ്തുവെങ്കിൽ അവരുടെ മഹിമ ചെയ്യുവാൻ തുടങ്ങുന്നു. പിന്നെ അവർക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകും. നിങ്ങളുടെ അടുക്കൽ വളരെ കുറച്ചു പേരാണ് വരുന്നത്. ഭഗവാൻ പഠിപ്പിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കുറച്ചു പേരായി പോയി? ഇങ്ങനെ വളരെ പേർ പറയുന്നു. ഇവിടെയാകട്ടെ മരിക്കേണ്ടതുണ്ട്. അവിടെയാണെങ്കിൽ കർണരസമാണ്. വലിയ പുറംമൂടിയോടെ ഇരുന്ന് ഗീത കേൾപ്പിക്കുന്നു, ഭക്തർ കേൾക്കുന്നു. ഇവിടെ കർണരസത്തിന്റെ കാര്യമില്ല. നിങ്ങളോട് ബാബയെ ഓർമ്മിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ പറയുന്നു, ശരി, ബ്രാഹ്മണിയോടും സെന്ററിനോടും പിണങ്ങിപ്പോകുന്നു. ശരി, ഈ കാര്യം ചെയ്യൂ. മറ്റ് കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതീത പാവനൻ. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ. ഇത്രയും ഓർമ്മിച്ചുവെങ്കിൽ പോലും സ്വർഗത്തിൽ തീർച്ചയായും വരും. സ്വർഗത്തിൽ ഉയർന്ന പദവിയാകട്ടെ പുരുഷാർത്ഥമനുസരിച്ചാണ് ലഭിക്കുക. പ്രജകളെ തയ്യാറാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കുവാനാണ്? ആരാണോ വളരെയധികം പ്രയത്നിക്കുന്നത് അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഉയർന്ന പദവിക്ക് വേണ്ടി എത്ര തലയിട്ടടിക്കുന്നു. പുരുഷാർത്ഥമില്ലാതെ ആർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നത് പതീത പാവനായ ബാബയാണ്. മനുഷ്യർ മഹിമ പാടുന്നുണ്ട്, പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഭാരതം എത്ര സമ്പന്നമായിരുന്നു. ഭാരതം സ്വർഗമാണ്, വണ്ടർ ഓഫ് ദ വേൾഡ്. ആ 7 വണ്ടേഴ്സ് മായയുടേതാണ്. മുഴുവൻ ഡ്രാമയിലും ഉയർന്നതിലും ഉയർന്നത് സ്വർഗമാണ്, താഴ്ന്നതിലും താഴ്ന്നതാണ് നരകം. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. മധുരമായ ബാബ ഇത്രയും ഉയർന്നതിലും ഉയർന്നതിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അറിയുന്നുണ്ട്. ആ ഒന്നിനെ ആരും മറക്കും? പുറത്ത് എവിടെ പോയാലും ഒരു കാര്യം മാത്രം ഓർമ്മ വയ്ക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് ശ്രീമത് നൽകുന്നത്. ഭഗവാൻ വാച, ബ്രഹ്മ ഭഗവാൻ വാച അല്ല. പരിധിയില്ലാത്ത ബാബ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങളെ ഇത്രയും ധനികരാക്കി മാറ്റിയാണ് പോയത്. പിന്നെ നിങ്ങളുടെ ദുർഗതി എങ്ങനെ ഉണ്ടായി? പക്ഷേ കേൾക്കുന്നത് ഈ വിധത്തിലാണ്, ഒന്നും മനസ്സിലാകാത്തതുപോലെ. അപ്പോൾ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ദുഃഖം, സുഖം, സ്തുതി, നിന്ദ എല്ലാം സഹിക്കേണ്ടി വരുന്നു. ഇവിടെയുള്ള മനുഷ്യരെ നോക്കൂ, എങ്ങനെയുള്ളവരാണ്. പ്രൈം മിനിസ്റ്ററിനെ പോലും കല്ലെറിയുന്നതിന് മടിക്കുന്നില്ല. സ്കൂളിലെ കുട്ടികൾക്ക് ന്യൂ ബ്ലഡ് ആണ് എന്ന് പറയുന്നു. വളരെയധികം അവരുടെ മഹിമ ചെയ്യുന്നു. ഇവർ ഫ്യൂച്ചറിൻ്റെ ന്യൂ ബ്ലഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതേ സ്റ്റുഡൻസ് ദുഃഖം കൊടുക്കുന്നവരായി പുറത്തു വരുന്നു. കോളേജുകളെ തീ കത്തിക്കുന്നു. അന്യോന്യം അപശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഡ്രാമയിലെ ആക്ടർ ആയിരുന്നിട്ടും ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും മുഖ്യ ആക്ടേഴ്സിനെയും അറിയുന്നില്ലെങ്കിൽ അവരെ എന്തു പറയുവാനാണ്? വലുതിലും വലുത് ആരാണ്? ആ ആളുടെ ബയോഗ്രഫി അറിയേണ്ടതാണല്ലോ.
ഒന്നും അറിയുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിന് എന്ത് പാർട്ടാണുള്ളത്? ധർമ്മസ്ഥാപകരുടെ പാർട്ട് എന്താണ്? മനുഷ്യർ അന്ധവിശ്വാസത്തിൽ വന്ന് എല്ലാവരെയും പ്രിസെപ്റ്റർ എന്ന് പറയുന്നു. സദ്ഗതി ചെയ്യുന്നത് ആരാണോ അതാണ് ഗുരു. ഇപ്പോൾ സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. ആ ഒന്ന് പരമ ഗുരുവുമാണ്. പിന്നെ നോളജും നൽകുന്നു. കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒന്നിൻ്റെ പാർട്ട് തന്നെ വണ്ടർഫുള്ളാണ്. ധർമ്മവും സ്ഥാപിക്കുന്നു, മറ്റെല്ലാ ധർമ്മങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. മറ്റുള്ളവർ കേവലം ധർമ്മം സ്ഥാപിക്കുന്നു. സ്ഥാപനയും വിനാശവും ചെയ്യുന്നവനെ തന്നെയാണല്ലോ ഗുരു എന്ന് പറയുന്നത്. ബാബു പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലനാണ്. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും ബാക്കി എല്ലാ ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാകും. അതായത് ഈ ജ്ഞാനയജ്ഞത്തിൽ സ്വാഹയാകും. പിന്നെ ഏതെങ്കിലും യുദ്ധം നടക്കുകയില്ല, യജ്ഞം രചിക്കപ്പെടുകയില്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. മറ്റെല്ലാവരും നേതി നേതി എന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ പറയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. എന്നാൽ മായയുടെ എതിരിടൽ ഉണ്ടാകുന്നു. അതിലൂടെ ഓർമ്മ തന്നെ മാഞ്ഞു പോകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ദുഃഖം, സുഖം, മാനം, അപമാനം സഹിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ അപമാനമൊന്നും ചെയ്യപ്പെടുന്നില്ല. അഥവാ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ബാബയോട് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വലിയ പാപം ഏൽക്കുന്നു. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ ഉടൻ അവർക്ക് മുന്നറിയിപ്പ് ലഭിക്കും. ഈ സർജനിൽ നിന്നും ഒളിപ്പിക്കാൻ പാടില്ല. വളരെ വലിയ സർജനാണ്. ജ്ഞാനം ഇഞ്ചക്ഷനാണ്. ഇതിനെ അഞ്ജനം എന്നും പറയുന്നു. അഞ്ജനത്തെ ജ്ഞാനസുറുമ എന്നും പറയുന്നു. ഇന്ദ്രജാലത്തിൻ്റെയോ മറ്റോ കാര്യമേ ഇല്ല. ബാബു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുവാൻ. പവിത്രമാവുകയില്ലെങ്കിൽ ധാരണയും ഉണ്ടാകില്ല. ഈ കാമം കാരണം തന്നെയാണ് പിന്നെ പാപം ഉണ്ടാകുന്നത്. ഇതിൻ്റെ മേൽ ജയം നേടേണ്ടതുണ്ട്. സ്വയം തന്നെ വികാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റാരോടും പറയാൻ സാധിക്കില്ല. അതാണെങ്കിൽ മഹാപാപമാകും. ബാബ കഥയും കേൾപ്പിക്കുന്നു. പണ്ഡിതൻ പറഞ്ഞു, രാമ എന്ന് പറയുകയാണെങ്കിൽ സാഗരത്തെ മറികടക്കുമെന്ന്. മനുഷ്യർ കരുതുന്നു ജലത്തിൻ്റെ സാഗരമാണെന്ന്. ഏതുപോലെ ആകാശത്തിന് അവസാനമില്ലയോ അതേപോലെ സാഗരത്തിൻ്റെയും അവസാനം കണ്ടെത്തുവാനാകില്ല. ബ്രഹ്മമഹത്വത്വത്തിനും അവസാനമില്ല. ഇവിടെ മനുഷ്യർ അവസാനം കണ്ടെത്താനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അവിടെ ആരും പുരുഷാർത്ഥം ചെയ്യുന്നില്ല. ഇവിടെ എത്ര തന്നെ ദൂരെ പോയാലും പിന്നെ മടങ്ങി വരുന്നു. പെട്രോളേ ഇല്ലായിരിക്കുമെങ്കിൽ എങ്ങനെ വരും? ഇത് സയൻസിൻ്റെ മേഖലയിലുള്ളവരുടെ അതേ അഹങ്കാരമാണ്. അതിലൂടെ വിനാശം ചെയ്യുന്നു. എയ്റോപ്ലെയിനിലൂടെ സുഖവുമുണ്ട്, പിന്നെ അതിലൂടെ ദുഃഖവുമുണ്ട്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതെങ്കിലും കാരണവശാൽ പഠനം ഉപേക്ഷിക്കരുത്. ശിക്ഷകൾ വളരെ കടുത്തതാണ്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മറ്റെല്ലാ കൂട്ടുകെട്ടും വേർപെടുത്തി ഒരു ബാബയെ ഓർമ്മിക്കണം. പിണങ്ങരുത്. ജ്ഞാന ഇഞ്ചക്ഷൻ അഥവാ അഞ്ജനം നൽകുന്നത് ഒരു ബാബയാണ്. ആ അവിനാശി സർജനിൽ നിന്നും ഒരു കാര്യവും ഒളിപ്പിക്കരുത്. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ ഉടൻ ജാഗ്രത ലഭിക്കും. വരദാനം: ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ സന്തോഷം, ധനത്തിൻ്റെ സമൃദ്ധി എന്നിവയിലൂടെ ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സദാ സ്വയം തന്നിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ കർമ്മഭോഗം,
ശൂലത്തിൽ നിന്നും മുള്ളായി മാറുന്നു. ശരീരത്തിൻ്റെ രോഗത്തെ യോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. അതിനാൽ സദാ ആരോഗ്യവാനാണ്. മന്മനാഭവ ആകുന്നത് കാരണം സന്തോഷങ്ങളുടെ ഖനിയാൽ സദാ സമ്പന്നമാണ്. അതിനാൽ മനസ്സിൻ്റെ സന്തോഷവും പ്രാപ്തമാണ്. ജ്ഞാനധനം സർവധനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. പ്രകൃതി സ്വതവേ ജ്ഞാനധനം ഉള്ളവരുടെ ദാസിയായി മാറുന്നു. സർവസംബന്ധവും ഒന്നിനോടാണ്, സമ്പർക്കവും ഹോളി ഹംസങ്ങളോടാണ്. അതിനാൽ ശ്രേഷ്ഠ ഭാഗ്യവാന്റെ വരദാനം സ്വതവേ പ്രാപ്തമാകുന്നു. സ്ലോഗൻ: ഓർമ്മയും സേവനവും രണ്ടിൻ്റെ ബാലൻസ് തന്നെയാണ് ഡബിൾ ലോക്ക്. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ഏതുപോലെ അനേകം ജന്മം തൻ്റെ ദേഹത്തിൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതി നാച്ചുറലായിരുന്നുവോ, അതേപോലെ തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ സ്മൃതിയുടെ അനുഭവം അല്പസമയത്തേക്കെങ്കിലും ചെയ്യുകയില്ലേ? ഈ ആദ്യ പാഠം കംപ്ലീറ്റ് ആക്കൂ. അപ്പോൾ തൻ്റെ ആത്മാഭിമാനി സ്ഥിതിയിലൂടെ സർവ ആത്മാക്കൾക്കും സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിന് നിമിത്തമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ മനസ്സും ബുദ്ധിയും ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വേർപെടുത്തി എൻ്റെ അതിസൂക്ഷ്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് ഞാൻ എൻ്റെ സൂക്ഷ്മ സ്വരൂപത്തിലൂടെ അവ്യക്ത ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബാപ്ദാദയുമായുള്ള മധുര മിലനത്തിൻ്റെ തീവ്രമായ താൽപര്യത്തിൽ ഒരു സെക്കൻഡിൽ ഞാൻ അവ്യക്തവദനത്തിൽ എത്തിച്ചേരുന്നു. ഞാൻ എന്നെ സ്വയം സൂക്ഷ്മവദനത്തിൽ അനുഭവിക്കുന്നു. ശീതളമായ പെണ്ണിലാവ് പോലെയുള്ള പ്രകാശം നിറഞ്ഞ ഈ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാപ്ദാദയുടെ അസീമമായ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നെ തൃപ്ത ആത്മാവാക്കി മാറ്റുന്നു. ഞാൻ ഭാരരഹിത അവസ്ഥ അനുഭവിക്കുന്നു. ഡബിൾ ലൈറ്റ് സ്ഥിതി അനുഭവിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാപ്ദാദയുടെ മസ്തകത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ തരംഗങ്ങളിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബാപ്ദാദ തൻ്റെ വരദാനി ഹസ്തങ്ങൾ എൻ്റെ മസ്തകത്തിൽ വച്ച് എനിക്ക്
പരമാത്മാ ആശീർവാദങ്ങൾ നൽകുന്നു. പരമാത്മാ വരദാനങ്ങളും ആശീർവാദങ്ങളും പ്രാപ്തമാക്കുന്ന ഞാൻ സ്വയം ഭാഗ്യരത്നമായും ധന്യ ആത്മാവായും അനുഭവിക്കുന്നു. ഈ അവ്യക്ത ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയിലിരുന്നു കൊണ്ട് പരമാത്മാ പാലനയുടെ ശ്രേഷ്ഠ സുഖം ഞാൻ അനുഭവിക്കുന്നു. ഈ സർവശ്രേഷ്ഠ സ്വരൂപത്തിൽ ഞാൻ സാകാരത്തിലേക്ക് അവതരിക്കുന്നു. ഓം ശാന്തി.